ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ബീഫ് കേക്കും അതേപോലെ തന്നെ മഷ്റൂം സോസ് മാഷ് പൊട്ടാറ്റോ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഉപ്പിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒരു സ്റ്റെയിനറിൽ വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലംസ് ഇല്ലാതെ കിട്ടും. അതിനാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ക്രീമിൻ്റെ കൂടെ ബട്ടർ ഇട്ടിട്ടൊന്ന് മൈക്രോവേവ് ചെയ്തിട്ട് ഇതാണ് ഇതിന് മിക്സ് ചെയ്യുന്നത്. നമ്മളിതിൽ മിക്സിയിൽ വെച്ച് ചെയ്യാൻ പാടില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ സാധാരണ വിസ്ക് വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് മാഷ് ചെയ്തിട്ടും അതിനൊന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ വിസ്ക് വെച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് ആ ക്രീമി ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ ബട്ടർ ഫ്ലേവർ അതുപോലെ ക്രീമിൻ്റെ ഫ്ലേവറും കൂടെ വന്ന് അതിനാവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടിയും ചേർത്ത് അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരിക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 3/4 ഇഞ്ചിൻ്റെ ഒരു സൈസ് റിബ്ബായാണ്, സ്റ്റേക്കിൻ്റെ റിബ്ബായാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഡ്രൈ ചെയ്തിട്ട് അതിലേക്ക് ഡ്രൈ മസാല പൗഡർ, ഇതിൽ ക്രഷ്ഡ് പെപ്പർ, ചില്ലി ഫ്ലേക്സ്, ഒറഗാനോ, തൈം കൂടിയ ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല, കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഗ്രൗണ്ട് പെപ്പർ, അതിൻ്റെ കൂടെ കുറച്ച് സോയാ സോസ് വിനെഗറും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് കീപ്പ് ചെയ്യാം. മീറ്റ് ടെൻഡറൈസർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെജിറ്റബിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടിപൊളി വെജിറ്റബിൾസ് ഒരുപാട് നേരം കുക്ക് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തിട്ട് ക്രഞ്ചി ആയിരിക്കണം. അതിനുവേണ്ടി മഷ്റൂം വേറെ സെപ്പറേറ്റ് ആണ് ചെയ്തത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രൗൺ മഷ്റൂമാണ്. നല്ല ഹോട്ടായ അയൺ പാനിൽ ബട്ടർ ഇട്ടിട്ട് ഒരു സൈഡിൽ 1 മിനിറ്റ് ടോസ്റ്റ് ഹൈ ഫ്ലെയിമിൽ, എന്നിട്ട് അടുത്ത സൈഡിലും അതേപോലെ ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ടോസ്റ്റ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ബട്ടർ ചേർക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ്സ് സ്ലോ ഫ്ലെയിമിൽ രണ്ട് സൈഡിലും മാറി മാറി 2 മിനിറ്റ്സ് ടോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതേപോലെ ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടോസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ സ്റ്റേക്ക് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റബ്ബറി കൺസിസ്റ്റൻസി ആവും. അപ്പോൾ ഒന്ന് കുക്ക് ചെയ്തിട്ട് രണ്ടാമത്തെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് നോക്കുമ്പം അതിൻ്റെ അകത്തുനിന്ന് ബ്ലഡ് യൂസ് ചെയ്യാതെ, പക്ഷേ എല്ലായിടത്തും കുക്ക് ചെയ്തിട്ട് നല്ല ഈ ഒരു ടൈപ്പിലായിരിക്കണം വരേണ്ടത്. അതായത് അധികമായി കഴിഞ്ഞാൽ ഡ്രൈ ആവും. എന്നിട്ട് നേരെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് വേഗം കവർ ചെയ്ത് മാറ്റി വയ്ക്കും. ചെയ്യണമെന്ന് ഇതേ പാനിൽ നമ്മൾ മഷ്റൂം സോട്ട് ചെയ്യുക, അതിൻ്റെ അകത്ത് കുരുമുളക് ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക, എന്നിട്ട് ക്രീമും ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോസ് അങ്ങ് തയ്യാറാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.